ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ സാന്ത്വന സീരിയലിൽ ഇനി വരാൻ പോകുന്ന നല്ല അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ നമുക്ക് ഇനി കാണാൻ പോകുന്ന അടിപൊളി എപ്പിസോഡ്സ് തന്നെയാണ് കേട്ടോ. അങ്ങനെ അലോകിന് ജാമ്യം കിട്ടുന്നില്ല. മജിസ്ട്രേറ്റിന് മുമ്പിലും ഒരു വക്കീലന്മാർ വന്നിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. പക്ഷേ ആ കേസ് അങ്ങോട്ട് തള്ളിപ്പോകാണ്. അതായത് നമ്മുടെ അലോകിനെ റിമാൻഡ് ചെയ്യാണ്. ഇനി 14 ദിവസം അലോക് ജയിൽവാസം, അതിനുശേഷം കോടതിയിൽ ഹാജരാക്കും. പിന്നീട് തീരുമാനിക്കും വിട്ടയക്കണോ അതോ പിന്നീടും ജയിലിൽ തന്നെ ഇടണോ എന്നൊക്കെ കോടതിയാണ് തീരുമാനിക്കുന്നത്. അപ്പൊ 14 ദിവസം എന്തൊക്കെ സംഭവിച്ചാലും നമ്മുടെ അലോക് ജയിലിൽ തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ 14 ദിവസം നമ്മുടെ ദൈവമംഗലത്തെ ആൾക്കാർക്ക് സമാധാനം ഉണ്ട് കേട്ടോ. അനുവാണെങ്കിൽ ആകെ ടെൻഷനാണ്. ഇനി പരോള് കഴിഞ്ഞാലും പരോളല്ല, റിമാൻഡ് ചെയ്താലും ചെയ്തില്ലെങ്കിലും 14 ദിവസം കഴിഞ്ഞിട്ടാണെങ്കിലും 1 മാസം കഴിഞ്ഞിട്ടാണെങ്കിലും അലോക് പുറത്തു വരുമല്ലോ. പുറത്തു വന്ന കഴിഞ്ഞ തന്റെ ചേട്ടന്മാരെയോ ആരെങ്കിലേക്കോ ഉപദ്രവിക്കുമോ എന്നൊരു ടെൻഷനാണ് അനുവിന് കേട്ടോ. അങ്ങനെ ആ ടെൻഷനിൽ അനുവാണെങ്കിൽ ഭക്ഷണം കഴിക്കുന്നില്ല, ഉറങ്ങുന്നില്ല, അങ്ങനെ ആകെ ടെൻഷൻ അടിച്ചിരിക്കണം. അപ്പൊ അനുവിന്റെ ആ ഒരു മൈൻഡ് ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടിയിട്ട്, അതായത് ആര്യനും ആകാശും ആനന്ദും പിന്നെ മിത്രയും മീനാക്ഷിയും എല്ലാവരും കൂടി ചേർന്നിട്ട് അനുവിനെയും കൂട്ടിക്കൊണ്ട് നേരെ പാർക്കിലും ബീച്ചിലും ഭക്ഷണം കഴിക്കാനൊക്കെ പുറത്ത് കൊണ്ടുകൊണ്ട് അനു ഒന്ന് ഓക്കെ ആവുന്നുണ്ട്. അങ്ങനെ സമാധാനത്തോടു കൂടി തന്നെ കൃഷ്ണമംഗലം ദൈവമംഗലകാര് സമാധാനത്തോടെ ഉറങ്ങുന്ന ഒരു ദിവസമാണ് നാളത്തെ എപ്പിസോഡ്. പക്ഷെ രാജശ്രീക്കാണെങ്കിൽ ഉറക്കമില്ലാത്ത രാത്രികളായിട്ട് ഇനി 14 ദിവസം എനിക്ക് എന്റെ മോനെ കാണാതെ ഇരിക്കാൻ പോലും പറ്റില്ല. അറിയാലോ, അവനെ പുറത്ത് പഠിക്കാൻ പോലും ഞാൻ വിട്ടിട്ടില്ല. അവൻ എനിക്ക് എല്ലാ ദിവസവും കാണണം. നമുക്ക് ഒരേ ഒരു മോനല്ലേ അച്യുതേട്ടുള്ളൂ. ആ മോൻ ഇങ്ങനെ കിടന്ന കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ സഹിക്കും? എനിക്ക് സഹിക്കാൻ പറ്റില്ല. ആ പോലീസുകാരാണെങ്കിൽ അവരുടെ ദേഷ്യവും വാശിയൊക്കെ തീർക്കാൻ പോണം അവന്റെ മേത്തായിരിക്കും. അവരെ ഒരുപാട് ഉപദ്രവിച്ചു കാണുമല്ലേക്കല്ലേ പോലീസുകാരി. അച്യുതൻ പറഞ്ഞു, അതേ രാജശ്രീ, നീ വിഷമിക്കുമെന്ന് വെച്ചിട്ട് ഞാൻ പറയാതിരുന്നതാണ്. ഇവിടെ നിന്ന് കൊണ്ടുപോയപ്പോ മുതൽ അവിടെ എത്തണ വരെ, പോലീസ് സ്റ്റേഷനിൽ എത്തണ വരെ അവനെ അറഞ്ചും പോറഞ്ചും അടിക്കുമായിരുന്നു ആ പോലീസുകാര്. എന്തിനാ അച്യുതേട്ടാ ആ പോലീസുകാർക്ക് നമ്മുടെ മോനോട് ഇത്ര ദേഷ്യം? നമ്മുടെ മോനോട് ദേഷ്യമാ അവർക്ക്, ഭയങ്കര ദേഷ്യമാ. പക്ഷെ ഈ പറഞ്ഞ എസ് ഉണ്ടല്ലോ, നമ്മുടെ അനന്തേട്ടനൊക്കെ പരിചയമുള്ള ആളാണ്. എന്നിട്ട് പോലും ഞങ്ങൾ പറഞ്ഞ ഒരു വാക്ക് പോലും അയാൾ കേൾക്കുന്നില്ല. എത്രയൊക്കെ അനന്തേട്ടൻ പറഞ്ഞറിയാവോ ഒന്ന് വിട്ടയക്കെന്ന് പറഞ്ഞിട്ട്. പക്ഷെ അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. അയാള് പെണ്ണുങ്ങൾക്ക് വേണ്ടി, പെണ്ണുങ്ങൾക്ക് നീതി കിട്ടാൻ വേണ്ടി നടക്കുന്ന ഒരു എസ് ഐനെ പോലെയാ പെരുമാറുന്നത്. പെണ്ണുങ്ങൾ എന്ത് പറഞ്ഞാലും അത് നീതിക്കാണെങ്കിലും നീതി അല്ലെങ്കിലും തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും എല്ലാം പെണ്ണുങ്ങൾക്ക് ഭാഗത്ത് മാത്രമേ ആൾ നിൽക്കുള്ളൂ, വൃത്തികെട്ടവൻ എന്ന് പറയാണ്. അത് കേട്ട് രാജശ്രീ പറഞ്ഞിട്ട്, എന്തായാലും ആ എസ് ഐ നമ്മുടെ കൂടെ നിന്നില്ല, അതുകൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചത്. എന്തായാലും എല്ലാത്തിനും കാരണക്കാരി അവളാണല്ലോ ആ അനു. എന്നിട്ട് അവളവിടെ ആഘോഷിക്കോ? നീ എന്തൊക്കെയാ രാജശ്രീ പറയണത്? അതേ അച്യുതേട്ടാ, അവിടെ നിന്ന് പാട്ടും മേളവും ഡാൻസും ഒക്കെ തന്നെയായിരുന്നു എന്ന് പറയാണ്. ആഹാ, അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടായല്ലേ? അതെ. അല്ല, അനന്തേട്ടൻ വേറെ ഏതോ ഒരു വക്കീലിനെ കാണാൻ പോയത് പറഞ്ഞല്ലോ, ഏതോ വലിയ വക്കീല്. അയാളെ കണ്ടായിരുന്നോ? വിളിച്ചായിരുന്നോ? എവിടെന്ന്? അയാളെ കണ്ടതേ വരുന്ന വഴിയാ. അനന്തേട്ടൻ ഇതുവരെ എത്തിയിട്ടില്ല. പിന്നെ പോകുന്ന വഴിക്ക് ഏതോ രാഷ്ട്രീയക്കാരെ കാണുന്നോ ഒക്കെ പറയുന്നുണ്ടായിരുന്നു. നമ്മുടെ മോനെ വേണ്ടി അനന്തേട്ടൻ മുട്ടാത്ത വാതിലുകളില്ല രാജശ്രീ. പക്ഷെ ആരും ഈ കേസിൽ അനന്തേട്ടന്റെ കൂടെ നിൽക്കുന്നില്ല. പെണ്ണ് കേസാകും എന്നൊക്കെ പറഞ്ഞ, അല്ലെങ്കിൽ ഇത് ഭാവിയിൽ വലിയ പ്രശ്നമാകുമെന്ന് വെച്ചിട്ട് ആരും കൂടെ നിൽക്കുന്നില്ല. പിന്നെ ഒരു വക്കീലുണ്ടായിരുന്നു, അയാളോട് സംസാരിച്ചപ്പോൾ എന്തായാലും 14 ദിവസം കഴിഞ്ഞിട്ട് കോടതിയിൽ ഹാജരാക്കുമ്പോ എന്താന്ന് വെച്ചാൽ ചെയ്യാന്നാ പറയണത്. എന്നാലും ആ അനുവിനെ എനിക്ക് വെറുതെ വിടാൻ തോന്നുന്നില്ല. നമ്മുടെ മകൻ കെട്ടിന്ന് പറഞ്ഞിട്ട് ആ താലിയായിട്ട് അവൾ ഈ വീട്ടിൽ വന്നപ്പോ അവളെ മരുമകളെ പോലെയല്ല, മകളെ പോലെ എന്നെ സ്നേഹിച്ചത്. അച്യുതൻ കിട്ടാൻ കണ്ടതല്ലേ, അവൾ അടുക്കളയെ പോലെ ഞാൻ കേട്ടില്ലായിരുന്നു. അവൾക്ക് വേണ്ടി എല്ലാം വെച്ചിട്ട് വിളമ്പി തരാന്ന് വരെ ഞാൻ പറഞ്ഞതാണ്. ഞാനും അമ്മയും നന്ദിതയെടുത്തി എല്ലാവരും വളരെ സ്നേഹത്തോടെ അവളോട് പെരുമാറിയിട്ടുള്ളൂ. എന്നിട്ട് അവളിങ്ങനെ ചെയ്തല്ലോ. പിന്നെ നമ്മുടെ മോൻ അലോക്, അവളെ ഇഷ്ടമല്ലായിരുന്നു എന്നൊക്കെ ശരി തന്നെയാ. പക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ അവർ സ്നേഹത്തോടെ ജീവിക്കും എന്നൊക്കെ ഞാൻ വിചാരിച്ചു. അപ്പൊ അവൾ ഇത്രയൊക്കെ ചെയ്തില്ലേ, ഇനി ഞാൻ അവളോട് ക്ഷമിക്കില്ല. എന്റെ രാജശ്രീ, നീ ഒന്നും ചെയ്യാൻ വേണ്ടി പോവല്ലേ. ഇപ്പൊ നീ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മുടെ മോനെ ആയിരിക്കും ബാധിക്കുന്നുണ്ടാവുക. 14 ദിവസം ഒന്നല്ല, 14 വർഷം കഴിഞ്ഞാലും അവന് പുറത്തിറങ്ങാൻ പറ്റില്ല. ഇനി എന്തിനാണ് പുറത്തിറങ്ങിയിട്ട്? അവനില്ലെങ്കിൽ ഈ രാജശ്രീ ഇല്ല. ഞാൻ മരിക്കേണ്ടി വന്നാലും എനിക്ക് കുഴപ്പമില്ല. അനുവിനെ കൊണ്ട് അനുഭവിക്കാവുന്ന പരമാവധി ഞാൻ അനുഭവിപ്പിച്ചിരിക്കും. അതിനുശേഷം ഈ രാജശ്രീക്ക് മരിക്കേണ്ടി വന്നാലും ഒരു കുഴപ്പമില്ല എന്ന് പറയാണ്. എടുത്തു ചാടി ഒന്നും ചെയ്യേണ്ട രാജശ്രീ, അവസാനം നമുക്ക് തന്നെയായിരിക്കും ഇത് വിനയായി വരാൻ പോണത്. നമ്മുടെ മോനെ ആയിരിക്കും ബാധിക്കുന്നത്. അല്ലെങ്കിലും അവൻ ഇനി ഭാവി ജീവിതം ഉണ്ടോ അച്യുതേട്ടാ? ഇപ്പൊ അവള് നല്ല വലിയ പെണ്ണായി. ഇപ്പൊ പത്രങ്ങളിലും വാർത്തകളിലൊക്കെ അവളെ കുറിച്ച് നല്ല രീതിയിലാണ് എല്ലാവരും സംസാരിക്കുന്നത്. നമ്മുടെ മോനൊരു വൃത്തി കിട്ടവനെന്ന രീതിയിൽ ഒരു അവസരം കേട്ടിട്ടെ
ആരും അറിയാതെ ഞാൻ അവളെ തീർത്തിരിക്കും എന്നൊക്കെ പറയാണ് രാജശ്രീ കേട്ടോ. അതിനുശേഷം അനന്തൻ പാതിരാത്രി ആവുമ്പോഴേക്കും തിരിച്ചു വരുന്നുണ്ട്. അച്യുതനും രാജശ്രീയും ധർമ്മനും മുത്തശ്ശിയൊക്കെ ഉറങ്ങാതെ കാത്തിരിക്കുകയാണ്. അപ്പൊ വേഗം തന്നെ അനന്തന്റെ അടുത്ത് പോയി ചോദിക്കണ്ടേ, എന്തായി ജാമ്യത്തിന്റെ കാര്യമോ അല്ലെങ്കിൽ വക്കീലിനെ പോയി സംസാരിച്ചാൽ അയാൾ എന്ത് പറഞ്ഞു ചോദിക്കുമ്പോ എന്ത് പറയാൻ, ആരും കൂടെ നിൽക്കുന്നില്ല. മുട്ടേണ്ട വാതിലുകളൊക്കെ മുട്ടി. ആദ്യമായിട്ടാണ് ഇത്രയും തരം താന്നി എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാ ഇത്രയും തരം ഞാൻ താഴുന്നത്. പക്ഷെ ആരും കൂടെ നിന്നില്ല. പണോ പ്രതാപോ ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. പെണ്ണു കേസിൽ അങ്ങനെ പെട്ടുപോകുന്നുള്ള പേടി എല്ലാവർക്കും. അച്യുത കുഴപ്പമില്ലടാ, 14 ദിവസം കഴിയുമ്പോ അവനെ ഇറക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാന്നാണ് വക്കീല് പറഞ്ഞിരിക്കണത് എന്ന് പറയുമ്പോഴേക്കും രാജശ്രീ ചോദിക്കണ്ട, അപ്പൊ 14 ദിവസം എന്റെ മോനിന് ജയിലിൽ കിടക്കണമല്ലേ? അത് കിടക്കേണ്ടി വരും. എന്ത് ചെയ്യാനാ, അവന്റെ കുഴപ്പവും ഭാഗത്തുണ്ട് തെറ്റ് എന്ന് പറയാണ്. അതൊന്നും രാജശ്രീ സമ്മതിക്കുന്നില്ല കേട്ടോ. അങ്ങനെ 1-2 ദിവസം കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അനു പുറത്തേക്ക് ഇറങ്ങുമ്പോഴൊക്കെ രാജശ്രീ, എടി നീ നശിഞ്ഞു പോടി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പ്രാക്കും കാര്യങ്ങളൊക്കെ ആട്ടോ. അതൊന്നും അനുക്ക് ഭയങ്കര വിഷമമൊന്നുണ്ട്. കാരണം ഇവരെന്തെങ്കിലും ചെയ്യോ, തന്റെ കുടുംബത്തിൽ ആരെങ്കിലും എന്തെങ്കിലും ഉപദ്രവിക്കുമോ എന്നൊരു പേടിയാണ് അനുക്ക്. അപ്പൊ ഇതൊക്കെ കേട്ട് മീനാക്ഷിയും ഇത്രയും പറഞ്ഞു, ഓഹോ നിങ്ങൾ പ്രാഗിയാലേ അത് നിങ്ങളുടെ തലയുടെ മുകളിൽ തന്നെയായിരിക്കും വീഴുന്നുണ്ടാവുക. കാരണം അർഹതയില്ലാത്തവർ പ്രാഗി കഴിഞ്ഞാൽ സ്വന്തം തലമണ്ടേ തന്നെ വീഴും എന്നൊക്കെ മീനാക്ഷി മിത്രയൊക്കെ തിരിച്ച് നല്ല മറുപടി കൊടുക്കുന്നുണ്ട്. അതേസമയം ഈ 14 ദിവസം സമയത്തുള്ള നമ്മുടെ അനുവിന്റെ വിവാഹം നടത്താനും ബാലൻ ഏറെക്കുറെയൊക്കെ ശ്രമിക്കുന്നുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ജീവൻ പെണ്ണാലോചിച്ച് വീണ്ടും വരുന്നുണ്ട് സത്യങ്ങളൊക്കെ മനസ്സിലാവുമ്പോൾ. അപ്പൊ അനുവിനോട് ചോദിക്കേണ്ടത്, എന്നാലും ആലോക് എന്തായാലും ഇപ്പൊ ജയിലിലാണ്. അപ്പൊ അതിനുള്ളിൽ 14 ദിവസം എന്ന് പറയുമ്പോഴേക്കും പെട്ടെന്ന് ഒരു നല്ല രീതിയിലൊരു കാലയളവാണല്ലോ. അപ്പൊ ജീവൻ വീട്ടുകാർക്ക് നമ്മുടെ എല്ലാവർക്കും ജീവനെ ഇഷ്ടപ്പെട്ടതാണ്. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒരു വിവാഹം നടത്തി കൊടുത്താലോ എന്ന് പോലും ബാലൻ വിചാരിക്കുന്നുണ്ട്. പക്ഷെ അനു അതിനൊന്നും സമ്മതിക്കുന്നുണ്ട്. വേണ്ട, എനിക്കിപ്പോ അതിനൊരു മാനസികാവസ്ഥയിലല്ല, ഒരുപാട് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനിടയിൽ വിവാഹവും കാര്യങ്ങളൊന്നും എനിക്കിപ്പോ വേണ്ടച്ച എന്ന് ഉറപ്പിച്ചു പറയാണ് അനു. അപ്പൊ ബാലൻ പറയണത്, നിന്റെ ഇഷ്ടം പോലെ നീ എപ്പോഴാണ് ഓക്കെ പറയണം അപ്പൊ ഓക്കെ ആക്കാന്ന് പറയണം. പക്ഷെ ഈ 14 ദിവസത്തെ ഇവിടെ വിവാഹം നടത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്നത് ഈ രാജശ്രീ ഉണ്ടല്ലോ, ഒന്നും ചെയ്യരുത്, ചെയ്ത് കഴിഞ്ഞാൽ മോനെ പ്രശ്നമാകുമെന്നൊക്കെ അച്യുതൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും അനുവിന് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടാണ് രാജശ്രീയുടെ ഉദ്ദേശം കേട്ടോ. അനു പുറത്തെങ്ങാനും പോകുമല്ലോ, അപ്പോൾ വാടക ഗുണ്ടകളെ വെച്ചിട്ടോ അല്ലെങ്കിൽ താൻ തന്നെയോ പോയിട്ട് അനുവിന് എന്തെങ്കിലും തരത്തിൽ ഉപദ്രവിക്കണം. അത് മാത്രമേ രാജശ്രീക്കുള്ളൂ. തൻ്റെ മോൻ വരുമ്പോൾ ഒരു സന്തോഷ വാർത്ത തൻ്റെ മോന് ചെവിയിൽ എത്തിക്കണം. അതായത് രാജശ്രീക്ക് മോനെ കാണാൻ വേണ്ടി, അലോകിനെ കാണാൻ വേണ്ടി ജയിലിലേക്ക് പോകണം. പോകുമ്പോൾ അവനോട് സന്തോഷമായിട്ടൊരു കാര്യം പറയണം, അനു മരിച്ചു എന്നുള്ള സന്തോഷ വാർത്ത. അപ്പൊ അത് അവന്റെ ചെവിയിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ഈ അനുവിനെ ഏതൊക്കെ തരത്തിൽ ഇല്ലായ്മ ചെയ്യാവോ ആ തരത്തിൽ നമ്മുടെ രാജശ്രീ ചെയ്യാട്ടോ. ഇത് ശരിക്കും തമിഴിലുണ്ട് കേട്ടോ. രാജശ്രീ എന്ന് പറഞ്ഞ ഈ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, ഈ അനുവിനെ എങ്ങനെയെങ്കിലൊക്കെ ഈ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കണം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആ ഒരു ഭാഗം തന്നെ മലയാളത്തിൽ ഉദ്ദേശിക്കുന്നത്. അതാണ് രാജശ്രീ ഇത്രമാത്രം ദേഷ്യമല്ല. പിന്നെ ഇത്രയും 14 ദിവസം ജയിലിൽ കിടക്കുന്ന ആ ഒരു സെറ്റപ്പ് തമിഴിൽ അത്രയും അങ്ങോട്ട് ഇല്ല. പക്ഷെ മലയാളത്തിൽ കുറച്ചുകൂടി നന്നായിട്ട് കാണിക്കുന്നുണ്ട്. അത് ഏതായാലും നന്നായി. കാരണം ഈ ഒരു അവസ്ഥയിൽ ഈ ഒരു നമ്മുടെ ഈ ഒരു ഇതില് ആ രീതിയിൽ നല്ല രീതിയിൽ തന്നെ കാണിക്കുന്നുണ്ട്. അച്ഛനും അമ്മയും പെൺമക്കളുടെ കൂടെ നിൽക്കണം എന്നൊരു സന്ദേശം എന്ന രീതിയിലാണ് ആ ഒരു ഭാഗങ്ങൾ ഇത്രയും നല്ല രീതിയിൽ കാണിക്കുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മുടെ അനുക്ക് സമാധാനമൊന്നും ഇല്ലാതെ ഇരിക്കണം. ഇപ്പൊ സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ടെങ്കിലും നാളെ ആകുമ്പോൾ വീണ്ടും ആര് വിഷമിച്ചുകൊണ്ടിരിക്കുകയോ, അലോക് വരുമോ, അലോക് വരുമ്പോൾ തന്നെ ചേട്ടന്മാരും ഉപദ്രവിക്കോ, അച്ഛനും ഉപദ്രവിക്കോ, അമ്മേനും ഉപദ്രവിക്കോ ടെൻഷനാണ്. പക്ഷേ അനു ഇങ്ങനെയൊക്കെ ടെൻഷൻ അടിക്കുമ്പോഴും രാജശ്രീ ആണെന്നുണ്ടെങ്കിൽ പുറകെ കൂടി വന്ന് അനുവിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി നോക്കുന്ന ഭാഗമാണ് നമ്മൾ ഇനി കാണാൻ പോയിട്ടത്. അപ്പൊ അനുക്ക് എന്തോ സംഭവിക്കാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ. അതെന്തായാലും ഉറപ്പാണ്. അപ്പൊ നമുക്ക് ആ ഒരു ഭാഗത്തിന് വേണ്ടി കാത്തിരിക്കാം. വീക്കെൻഡ് പ്രൊമോ എന്ന് പറഞ്ഞ് കാണിച്ച ഭാഗം ഇന്നത്തെ എപ്പിസോഡിൽ എല്ലാം കാണിച്ചിട്ടുണ്ട്. അപ്പൊ വീക്കെൻഡ് പ്രൊമോ ആ ഒരു കറങ്ങാൻ പോണതും അലോക് ജയിലിൽ കിടക്കണതും മജിസ്ട്രേറ്റിന് മുമ്പിൽ കൊണ്ടുപോകണതും എല്ലാം തന്നെ ഇന്നത്തെ എപ്പിസോഡോട് കൂടി കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ വീക്കെൻഡ് പ്രൊമോ കാണിച്ച ഭാഗങ്ങളൊന്നും തന്നെ ഇനി ഇപ്പൊ ഇല്ല. അപ്പൊ നാളെ മറ്റന്നാൾക്ക് നല്ല സസ്പെൻസ് നിറഞ്ഞ ഭാഗങ്ങളായിരിക്കും. എന്തായാലും പ്രൊമോ വിശേഷം ഞാൻ വൈകിട്ട് ഒരു 7 മണിയാകുമ്പോഴേക്കും അപ്ലോഡ് 7:10 ആകുമ്പോൾ അപ്ലോഡ് ചെയ്യും. എല്ലാവരും കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.